ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. ഇന്നത്തെ വിഷയം മനസ്സിളകരുത് എന്നാണ്. ഭഗവത്ഗീത പറയുന്ന 12ാം പടിയിലേക്കാണ് നാം കയറുന്നത്. മനസ്സിളകരുത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഭഗവാൻ കുറച്ച് കാലമായി. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ, 2ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ എന്ന്. അത് പിന്നെയും പല വഴികളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പഴയ കാലത്ത് നമ്മുടെ ഓർമ്മകളിൽ ഉയരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഏണിപ്പടികൾ മുള കൊണ്ടും പട്ടിക കഷ്ണങ്ങൾ കൊണ്ടുമൊക്കെ തീർക്കാറുണ്ട്. അതിൻ്റെ കെട്ടുറപ്പ് എങ്ങനെയുണ്ടിരിക്കും, അല്ലെങ്കിൽ ആണി അടിച്ചവർക്ക് ഉറപ്പുണ്ടോ? അത് പലപ്പോഴും പലകൾ ഇളകുന്ന പലകൾ, ഇളകുന്ന പടികൾ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇളകരുത് എന്ന് പറയും. ഇന്ന് മാറ്റങ്ങൾ പലതും വന്നു. പക്ഷേ ഇളകരുത്, മനസ്സിനെ ഇളകരുത് എന്ന് പറയുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് അവിടെ. എങ്ങനെയാണ് ഇളകാതെ നിർത്താൻ പറ്റുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതിനെയാണ് സൂക്ഷ്മതലത്തിൽ ഭഗവത്ഗീത കൈകാര്യം ചെയ്യുന്നത്. ഒരിടത്ത് ഭഗവാൻ ധ്യാനിക്കേണ്ട കാര്യം പറയുന്നു. എന്നെ എങ്ങനെ കാണണം? സർവഭൂതസ്ഥമാത്മാനം, സർവഭൂതത്തിലും എന്നെ കാണണം. സർവത്ര സമദർശന, യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആകെ ഒരു സംശയത്തിൻ്റെ നടുവിലാണ് അർജുനൻ ഇരിക്കുന്നത്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാൻ, ഇതെങ്ങനെ സാധിക്കും? എല്ലാത്തിനെയും സമമായി കാണാൻ നമുക്ക് എങ്ങനെ കഴിയും? അവിടെ അർജുനൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നമ്മൾ കാണുകയാണ്. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അല്ലയോ ഭഗവാനെ കൃഷ്ണ, എൻ്റെ മനസ്സ് വല്ലാതെ ചഞ്ചലമായിരിക്കുന്നു. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധിബലവദൃഢം, അതിനെ ഉറപ്പിച്ചു നിർത്താൻ എനിക്ക് കഴിയുന്നേയില്ല. തസ്യാഹം നിഗ്രഹം മന്യേ, അതിനെ നിഗ്രഹിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിൻ്റെ ചഞ്ചലത്വം മാറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല. വായോരിവ, എങ്ങനെ? വായോരിവ സുദുഷ്കരം. വായുവിനെ പിടിച്ചു കെട്ടാൻ എങ്ങനെയാണ് പറയുമെന്നുവോ അത് നമുക്ക് സാധ്യമല്ല. വായുവിനെ പിടിച്ചു കെട്ടാൻ അസാധ്യമായ ഒരു കാര്യമാണ്. അതുപോലൊരു കാര്യമാണ് മനസ്സിനെ പിടിച്ചു കിട്ടുക എന്നുള്ളത്. നോക്കണം, നേരത്തെ ധ്യാനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും യഥാ ദീപോ നിവാതസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാറ്റില്ലാത്ത ഒരിടത്ത് വെച്ച വിളക്കിലെ നാളം പോലെ വളരെ നേർരേഖയിലേക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന പ്രകാശമായിട്ട്. അപ്പോൾ കാറ്റിൽ ആ കാറ്റിൽ തന്നെയാണ് അർജുനൻ പിടിച്ചു പറയുന്നത്. വായുവിനെ പിടിച്ചു കെട്ടാൻ പറയുന്നത് എത്ര ദുഷ്കരമാണ് ഭഗവാനെ. അതുപോലെ ദുഷ്കരമാണ് മനസ്സിനെ നമുക്ക് നിഗ്രഹിക്കാനും മനസ്സിനെ ഇളക്കാതെ നിർത്താനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ എന്നാണ് ഭഗവാൻ മറുപടി പറയുന്നത്. സാധാരണ ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നീ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒന്ന് കളിയാക്കി എന്നൊക്കെ വരും. പക്ഷേ ഭഗവാൻ അതല്ല. ഭഗവാൻ വളരെ മനഃശാസ്ത്രപരമായിട്ട് തന്നെയാണ് ഈ കുട്ടിയെ, ഈ ശിഷ്യനെ കൈകാര്യം ചെയ്യുന്നത്. അർജുന, നീ പറഞ്ഞത് ശരിയാണ്, അസംശയം, അതിന് യാതൊരു തർക്കവുമില്ല. എന്ത്? മനസ്സിനെ പിടിച്ചു കെട്ടാൻ കഴിയുകയില്ല എന്നുള്ളത്. പക്ഷേ അഭ്യാസേനതു കൗന്ദേയ, അത് അഭ്യാസം കൊണ്ട്, പരിശീലനം കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. വൈരാഗ്യേണ ച ഗൃഹ്യതയെ, വൈരാഗ്യം കൊണ്ട്, വിരാഗമായ വിരക്തി ഭാവം ഉപയോഗിച്ചിട്ട് സാധിക്കും. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഒരു ആളെ നമ്മൾ അവരുടെ സംശയത്തെ വളരെ നിസ്സാരമായി കാണുകയോ അതിനെ ഒന്ന് കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരെ തളർത്തുകയുള്ളൂ. വളരെ കാര്യമായൊരു സംശയം തോർത്തപ്പോൾ അർജുനനോട് പറയുന്നു, കുഞ്ഞെ, നീ ചെയ്തത് കുഴപ്പമില്ല, നീ ചോദിച്ചത് ശരിയാണ്, നിന്നോട് ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ നീ പറഞ്ഞത് ശരിയാണെങ്കിലും അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
വായുവിനെ കെട്ടാൻ കഴിയുന്ന പോലെ മനസ്സിനെ കെട്ടാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നിത്യാഭ്യാസം കൊണ്ട് അതിനെ സാധിക്കും. അതിൽ ഇത്തിരി മനസ്സിനെ വിരക്തി, പലതിൽ നിന്നും വിരക്തി ബാധിക്കണം, അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റണം. അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കി നമുക്കത് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുള്ളത്, നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് വരെ. അതൊരു ഇതാണ്. നിത്യവും പരിശീലിക്കുന്നതിലൂടെ ഒരാൾക്ക് മഹത്തായ കാര്യങ്ങൾ, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ രീതിയിലാണ് അർജുനനെ ഉത്തേജിതനാക്കുന്നത് ഭഗവാൻ. ആ ഉറപ്പ് മറ്റൊരു തരത്തിലുള്ള വേറൊരു തരത്തിൽ അർജുനൻ ചോദ്യം ചോദിക്കുന്നു. ഇങ്ങനെ തരത്തിലുള്ളതായ ഓരോ തടസ്സം വന്ന യോഗം, അതായത് തൻ്റെ ധ്യാനം, യോഗനിഷ്ഠയ്ക്ക് ചലനം വന്നാൽ അത് മുക്തിക്ക് ദോഷമായിട്ട് വരും. അവൻ നരകത്തിലേക്ക് പതിക്കില്ലേ, യോഗഭ്രഷ്ടനാവില്ലേ എന്ന സംശയമായി അർജുനന്. അപ്പോഴും ഭഗവാൻ പറഞ്ഞു, ഇല്ല, നീ അതിനെപ്പറ്റി ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അതിനെപ്പറ്റിയുള്ള അടുത്ത സംശയം ഇതാണ്. ഏതന്മേ സംശയം കൃഷ്ണ ഛേത്വമർഹസ്യ ശേഷത ത്വദന്യ സംശയസ്യാസ്യ ചേതാനഹ്യുപപദ്യതേ. ഇതെൻ്റെ സംശയമാണ് ഭഗവാനെ, അടുത്ത സംശയമാണ്. വായുവിനെ കെട്ടാൻ കഴിയാത്ത ഇതുപോലെ മനസ്സിനെയും കെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം യോഗഭ്രഷ്ടനായാലുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ഇതും എൻ്റെ ഒരു സംശയമാണ്. ഏതന്മേ സംശയം കൃഷ്ണ, സംശയം പാടില്ല, സംശയിക്കരുത് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പോഴും സംശയമാണ്. ഏതന്മേ സംശയം കൃഷ്ണ ചേത്വമർഹസ്യ അശേഷത, അത് മുഴുവൻ അശേഷവും ഇല്ലാതെ ആക്കണം, ആ സംശയങ്ങൾ ഇല്ലാതാക്കണം. ത്വദന്യ സംശയസ്യാസ, അങ്ങല്ലാതെ ഈ സംശയത്തെ പരിഹരിക്കാൻ വേറെ ആരും എനിക്ക് തുണയില്ല. ചേത്താന്ന് ഹ്യുപപദ്യതയെ, അതിനെ മുറിച്ച് കളയണം എന്നാണ്. അതാണ് ഇവിടെയാണ് ആയുധം എന്ന് പറയുന്നത്. ഈ മനഃശക്തിയെ വളർത്തിയെടുക്കലാണ് വീണ്ടും പറയുന്നത്. ഇത് മറ്റൊരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. തസ്മാദജ്ഞാനസംഭൂതം ഹൃൽസ്ഥം ജ്ഞാനാസീനാത്മന എന്ന് പറയുന്നുണ്ട്. അത് നിൻ്റെ മനസ്സിലുള്ളതായ സംശയത്തെ മനസ്സാകുന്ന വാളുകൊണ്ട് വെട്ടി ഇല്ലാതാക്കണം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ചേത്താസുൻ എന്നുള്ള പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ ആ സംശയത്തെ അവിടെ പറഞ്ഞു. അതായത് ഗുരു വളരെ ശ്രദ്ധിച്ച് ശിഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുന്നു, ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഗുരുവിൻ്റെ മുന്നിൽ വിനീതനായി നിൽക്കുന്ന ശിഷ്യനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങല്ലാതെ എനിക്കുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഗുരു എന്ന് പറയുന്ന വാക്ക് തന്നെ അപ്രസക്തമായിട്ട് ഇരിക്കുകയാണ്. ധാരാളം പുതിയ യന്ത്രസാമഗ്രികൾ, പുതിയ സാങ്കേതിക വിദ്യകൾ ഒക്കെ വന്ന് നമുക്കിപ്പം ഗൂഗിൾ ഗുരു മതി എന്നുള്ള മട്ടിലാണ്. ഇത് ഭഗവത്ഗീതയിൽ അങ്ങനെയല്ല. ഇതിനെ വളരെ മാനവികമായ തലത്തിൽ, വളരെ സ്നേഹമസൃണമായ തലത്തിൽ സംശയങ്ങൾ പരിഹരിച്ച് ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ യോഗഭ്രഷ്ടനാകുകയില്ല അർജുന. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി എന്ന് സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ യോഗഭ്രഷ്ടൻ നശിക്കുകയില്ല, അവൻ വീണ്ടും ജന്മമെടുത്ത് തൻ്റെ പാതയിൽ തന്നെ മോക്ഷം പ്രാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഭഗവാൻ ഉറപ്പു നൽകുന്നു. അതുകൊണ്ട് ഇളകില്ല എൻ മനം, വളരില്ല സംശയം, തെളിവാർന്ന ശ്രീകൃഷ്ണ ഗീതയുണ്ടെൻ വശം, തളരില്ല എൻ മനം, തകരില്ല എൻ ബലം, വിജയിക്കുമെന്നും ഗുരുവിൻ അനുഗ്രഹം എന്ന് ഭഗവത്ഗീതയെ മുൻനിർത്തി നമുക്ക് മനസ്സിനെ കരുതാം. ഏവർക്കും ശുഭം നേർന്നുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർത്തിയാക്കുന്നു. അടുത്ത വിഷയവുമായി കാണും വരെ ഏവർക്കും നമസ്കാരം.